ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളിലൊന്നാണ് കോവക്ക എന്ന് പറയുന്നത്. ഇത് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. തോരൻ വെക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ കറി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക വെച്ചിട്ടുള്ള ഒരു നല്ല കിഡിലൻ ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള കോവക്ക ഒരു 1/4 kg അളവിൽ എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ അത്യാവശ്യം വലുപ്പമുള്ള കോവക്ക തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നീളത്തിൽ നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അത് ഒരുപാട് കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കോവക്ക ഫ്രൈ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള കിഡിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.